പ്രിയപ്പെട്ട മലയാളി ലൈഫ് ഇനി സിനി ലൈഫ്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെതിരെ നിലകൊണ്ടതിന്റെയും കസബയിലെ മമ്മൂട്ടിയുടെ കഥാപാത്രത്തെ വിമർശിച്ചതിന്റെ പേരിലും സൈബർ ആക്രമണങ്ങൾ നേരിട്ട നടിയാണ് പാർവതി. പെട്ടെന്ന് ഒരു ദിവസം 4 മാസം മുൻപ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ എന്നിവയൊക്കെ താരം ഡീആക്ടിവേറ്റ് ചെയ്തിരുന്നു. എന്നാൽ ദിവസങ്ങൾക്ക് മുൻപ് താരം വീണ്ടും ഇൻസ്റ്റഗ്രാമിലേക്ക് എത്തി. താൻ എന്തിനാണ് അക്കൗണ്ടുകൾ ഡീആക്ടിവേറ്റ് ചെയ്തതെന്ന് താരം ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. വ്യത്യസ്തമായ സിനിമകളും മികച്ച കഥാപാത്രങ്ങളുമായി നല്ല നടിയെന്ന പേര് സ്വന്തമാക്കാൻ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ പാർവതിക്കായി. എങ്കിലും കഴിവുള്ള നടിയായിട്ടും സൂപ്പർ താരങ്ങളെ വിമർശിച്ചതിൻ്റെ പേരിൽ പാർവതിക്ക് സിനിമാ അവസരങ്ങൾ വരെ നഷ്ടമായിരുന്നു. വൈറസും ഉയരെയും വർത്തമാനവുമാണ് പാർവതി നായികയാവുന്ന പുതിയ ചിത്രങ്ങൾ. ഇപ്പോൾ ഉയരയുടെ പ്രമോഷന്റെ ഭാഗമായി നടത്തിയ മത്സരത്തിലെ വിജയികളുമായി സംസാരിക്കുന്ന താരത്തിന്റെ വാക്കുകൾ വൈറലാവുകയാണ്. മറ്റൊരാളുടെ നേരെ വിരൽ ചൂണ്ടുന്നതിന് മുൻപ് സ്വന്തം ഭാഗത്ത് എന്തെങ്കിലും പിഴവുണ്ടോ എന്ന് ചിന്തിക്കുന്നയാളാണ് താനെന്നും മറ്റൊരാൾ തന്നോട് പിണങ്ങിയെന്നറിഞ്ഞാൽ ഉറങ്ങാൻ പോലും സാധിക്കാറില്ലെന്നുമാണ് പാർവതി പറയുന്നത്. സൈബർ ആക്രമണം നേരിട്ടപ്പോൾ ഞാനൊരു 4 മാസത്തേക്ക് മാറി നിന്നു. ചില സമയത്ത് ഒന്ന് ഒളിക്കാൻ തോന്നും, ചില സമയത്ത് മാറി നിൽക്കാനും. എന്നെ ആരും കാണേണ്ടതെന്ന് തോന്നും. എൻ്റെ ഏറ്റവും വലിയ പ്രചോദനം എൻ്റെ മാതാപിതാക്കളായിരുന്നു. അതിൽ ഏറ്റവും പ്രചോദനം നൽകിയത് അച്ഛനും. പക്ഷേ ഞാനത് വൈകിയാണ് അറിഞ്ഞതെന്ന് മാത്രമെന്നും പാർവതി പറയുന്നു. നടന്മാരുടെ ഫാൻസ് എന്ന പേരിൽ എത്തിയവർ നടിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ കടുത്ത സൈബർ ആക്രമണവും അസഭ്യവർഷവുമാണ് നടത്തിയത്. ഈ സാഹചര്യങ്ങൾ നിലനിൽക്കെയാണ് തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്നും താരം 4 മാസം മുൻപ് ഇടവേളയെടുത്തത്. എന്നാൽ ദിവസങ്ങൾക്ക് മുൻപ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പാർവതിയുടെ പുതിയ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടതോടെ വലിയ ആവേശത്തിലാണ് ആരാധകർ. നിരവധി സുഹൃത്തുക്കളും ആരാധകരുമാണ് നടിയെ പ്രശംസിച്ചുകൊണ്ടും സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടും കമന്റ് ചെയ്തത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സിനി ലൈഫ്.